ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് സർവീസിങ് കിട്ടിയിരിക്കുന്നത് സാംസങ് S24 അൾട്രയാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാൽ കോമൺ ആണ്. നമുക്ക് S21, 22, 23 വരുന്ന പോലെ കോമൺ ആണ് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അതായത് CPൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഇത് മെയിനായിട്ട് വരുന്നത് തന്നെ കോമൺ കംപ്ലയിൻ്റ് ആണ്. CP നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡ്രൈ ആയിട്ട് ഡെഡ് ആവും, അല്ലെങ്കിൽ റീസ്റ്റാർട്ട്, ബൂട്ട് ലൂപ്പ്, ഈ ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ CP കൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ CP എങ്ങനെ റീവർക്ക് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ CP വരുന്നത് ഇതാണ് CP വരുന്നത്. ഇതിന് മുകളിലാണ് റാം ഉള്ളത്. താഴെ വരുന്ന ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ CPU. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു CPൻ്റെ മുകളിൽ ഈ ഷീൽഡ് നമുക്കിത് ജസ്റ്റ് ഒരു നൈഫ് ഇഞ്ചെക്ട് ചെയ്യാൻ പാകത്തിന് നമുക്കൊരു കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണോ ഈ ഒരു പോർഷനാണോ നമുക്ക് ബെറ്റർ എന്നുള്ളത് ഏകദേശം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഈ ഒരു പോർഷൻ തന്നെ ആയിരിക്കും നമുക്ക് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ മുന്നേ നമ്മൾ CP ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും കട്ട് ചെയ്യുന്നത്. 2Aൻ്റെ ഡ്രില്ലർ എടുത്തിട്ട് ഈ രീതി ഉള്ളിലെ കമ്പൗണ്ട്സെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് CPയിലേക്ക് പാളിപ്പോകരുത്. നമ്മൾ ഫുള്ള് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് എന്താ മതി, ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഈ താഴെ ഒരു IC വരുന്നുണ്ട്, സോ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം ഡ്രില്ലർ വെച്ച് നമ്മൾ ചെയ്യുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം സൈഡിൽ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ ആദ്യം എടുക്കാം. ഇതിൻ്റെ താഴെ വരുന്ന IC ഒരിക്കലും ഡാമേജ് ആകരുത്. ഡാമേജ് ആയാൽ പിന്നെ ഫോണേ ഓൺ ആവില്ല, വിത്ത് ഡാറ്റയിൽ കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഒരു പോർഷൻ കിട്ടി. അടുത്ത പോർഷനും കിട്ടി. ഇവിടെ നമുക്ക് ഈ IC ഡാമേജ് ആയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് IC സേഫാണ്. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലക്സോ ടിന്നറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യരുത്. ഒരു സാധാ പക്ക ക്ലീൻ ആയിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ട് മാത്രം ഫസ്റ്റ് ടൈം ക്ലീൻ ആക്കുക. കാരണം ചെറിയ ചെറിയ പൊടികളുണ്ടാവും. അപ്പോൾ ആ പൊടികൾ അവിടെ ICൻ്റെ ഉള്ളിലോട്ട് ഇരുന്നാൽ പിന്നീട് നമുക്കത് പണിയാവും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ICകളൊക്കെ നമ്മൾ പിന്നീട് റീബോൾ ആക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ CPUൻ്റെ ഈ സൈഡിലൊരു ഗമ്മ് വരുന്നുണ്ട് റാമിൻ്റെ. ഈ ഗമ്മ് കട്ട് ചെയ്യണം, ഈ ഗമ്മും കട്ട് ചെയ്യണം. ഇതിൽ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ വേറെ എവിടെയും ഗമ്മ് വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പെർഫെക്ഷന് വേണ്ടിയിട്ട് ഈ സൈഡിലൊന്ന് ഇതേപോലെ വരഞ്ഞു കൊടുത്താൽ മതി. എന്നാലും ചെയ്യേണ്ട ആവശ്യമില്ല, ഗമ്മ് ഇല്ലാത്തതുകൊണ്ട്. ഈ ഒരു 2 സൈഡിൽ മാത്രം ഗമ്മുള്ളൂ, അത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നൈഫ് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. നമ്മൾ CPUവിന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈഫ് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഏകദേശം കറക്റ്റ് കാണിക്കുക. ഓക്കെ, ഈ ഒരു പോർഷൻ നിന്നാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. ഈ ഒരു പോർഷനിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു, അതേപോലെ ഇവിടെ ഇഞ്ചെക്ട് ചെയ്യാം. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ആക്കരുത്, കാരണം ഇവിടെ ഈ IC ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് മെല്ലെ പൊക്കിയെടുത്താൽ മതി. പ്രോപ്പർ ഹീറ്റ് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കുറച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ പോർഷനൊന്ന് നമ്മുടെ സിൽവർ ടാപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം, ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ്
ഒന്നോ രണ്ടോ ലെയർ മാത്രം പ്രൊട്ടക്ഷൻ, അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് CPU ലിഫ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഈ CPU ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ നോർമലി എടുക്കുന്ന ടൈമിനേക്കാളും കുറച്ചധികം ടൈം എടുത്ത് എന്ന് വരാം. കാരണം ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. കാരണം നമുക്ക് അധികം ഏരിയസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ കുറച്ചധികം ടൈം എടുത്ത് എന്ന് വരും. ഓക്കെ, ഈ ഒരു ഇത് ഇവിടെ നമുക്ക് ജാം ആയിട്ടില്ല, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് CPU ഡയറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്യാം. ആദ്യം റാം, പിന്നെ CPU. ഈ ഒരു കണ്ടീഷനിൽ ഞാനിവിടെ നൈഫല്ല യൂസ് ചെയ്യുന്ന, ഗമ്മ് ക്ലീൻ ചെയ്യുന്ന ഈ രീതിക്ക് മാത്രം കൊടുത്താൽ മതി, കിട്ടും. ഓക്കെ, റാം മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ റാം കിട്ടി. റാം സേഫാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിമൂവിങ് ഓക്കെ ആയിട്ടുണ്ട്. റാം റിമൂവ് ചെയ്തു, നമ്മുടെ CPU റിമൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷനിൽ കുറച്ച് കണക്ഷൻസ് റിമൂവ് ആയിട്ടുണ്ട്, അത് നോ കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയായാലും നമുക്ക് നോ കണക്ഷൻസ് റിമൂവ് ആയി കിട്ടും. അതായത് ഒന്നോ രണ്ടോ നോ കണക്ഷൻസ് എങ്ങനെയാലും നമുക്ക് റിമൂവ് ആവും. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എന്താ ചെയ്താൽ മതി, നമ്മൾ CPU ലിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നോ കണക്ഷൻസ് റിമൂവ് ആവും. അപ്പം ജസ്റ്റ് ഇതാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമ്മളെല്ലാ വർക്കും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് CPU ആണ്. സോറി, മദർ ബോർഡാണ് ക്ലീൻ ചെയ്യുന്നത്. മദർ ബോർഡിലെ പ്രിൻ്റ് നമുക്ക് ആദ്യം ക്ലീൻ ആക്കാം. മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഫ്ലക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട് CPU ലിഫ്റ്റ് ചെയ്യാൻ. അതെന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ക്യാമറയിൽ നോക്കിയിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നതും. അതേപോലെ നമുക്ക് കറക്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ അതിൻ്റെ ചെറിയ ഗ്യാപ്പില്ല, ആ ഒരു മുകളിലുള്ള ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പിലിട്ടിട്ട് വേണം നമ്മളിത് ലിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയാണ് നമുക്ക് ആ ഒരു നോർമലി ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 138ഉം 183 രണ്ടും കൂടി മിക്സ് ആക്കി വെച്ച PPD നമ്മുടെ അയണിലേക്ക് എടുത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 138ഉം 183ഉം കൂടി നമ്മൾ ഇതേപോലെ മിക്സ് ആക്കി വെക്കുന്നത് നമുക്ക്
എപ്പോഴും നമുക്ക് ആവശ്യം വരും. ഈ IC വർക്കിൽ മെയിനായിട്ട് നമുക്ക് 183 138 മിക്സ് ആക്കി വെച്ചതിൻ്റെ ആവശ്യം നമുക്ക് വരും. അപ്പോൾ ഇത് എപ്പോഴും ഇതിങ്ങനെ ചെയ്യുന്നത് ബെറ്ററാണ്. 138 188 നമ്മൾ മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അധികം വോയിസ് പറഞ്ഞിട്ട് ഞാൻ കോൾ ആക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്നത് കണ്ടോളൂ. നല്ല രീതിയിലൊന്നും ഗമ്മില്ല, ചെറിയ രീതിക്ക് മാത്രമേ, അത് ഓവറായിട്ട് ഗമ്മില്ല. അപ്പോൾ നമ്മൾ ആൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പോർഷനും റീമെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിന് മുകളിൽ ഒന്നുകൂടി കുറച്ചൊന്ന് ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ട് വിക്കിട്ട് ഒന്നുകൂടി വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മദർ ബോർഡ് ക്ലീനിങ് ഓക്കെ. ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇതിന് മുന്നൊക്കെ പറഞ്ഞ പോലെ വിക്കായിട്ട് ഗോട്ട് വിക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 2A അതുപോലെ YCSനൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കിവിടെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെറ്റർ എന്നുള്ളത് ഗോട്ട് വിക്ക് തന്നെയാണ്. നമ്മൾ ഏകദേശം സ്റ്റാർട്ടിങ് മുതലും നമ്മൾ യൂസ് ചെയ്ത് വരുന്നതും ഗോട്ട് വിക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതുവരെ പണി കിട്ടിയിട്ടില്ല. ഗോട്ട് വിക്കിൻ്റെ ചാത്തൻ മാർക്കറ്റിലുണ്ട്, അത് ലോക്കൽ മാർക്കറ്റിലുണ്ട്. അതിൽ നിന്ന് 1-2 ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ വലിക്കുമ്പോൾ അവിടെ ലെഡ് കറക്റ്റായിട്ട് പോരില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കംപ്ലയിൻസേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കോർണർ നമുക്ക് ലാസ്റ്റ് ക്ലീൻ ആക്കാം, അങ്ങോട്ട് അയൺ എത്തൂല. ഓക്കെ, അപ്പം ഇനി ആ കോർണർ ലാസ്റ്റ്. ഓക്കെ, അപ്പം ഇപ്പോഴും ഗമ്മിൻ്റെ കാര്യങ്ങളും അതുപോലെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മദർ ബോർഡിലുണ്ട്. ഇത് പ്രോപ്പർ ഇപ്പോഴും ക്ലീൻ ആയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഏറ്റവും ബെറ്ററായിട്ട് ഈ ഫ്ലക്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരട്ടെ. അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ നമ്മൾ CPU റിമൂവ് ആക്കി നമ്മൾ അതിൻ്റെ മുകളിൽ ഗമ്മും കാര്യങ്ങളൊക്കെ അയണ് വെച്ച് കട്ട് ചെയ്തു, വിക്കിട്ട് വൈപ്പും ചെയ്തു. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ മുകളിൽ ആ ഗമ്മിൻ്റെ ചെറിയ ചെറിയ പീസ് ഉണ്ട്. അതായത് നമ്മൾ റിമൂവ് ആക്കിയത് നമ്മുടെ അയണിന് കൊണ്ടത് പോയിട്ടില്ല.
അപ്പോൾ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഇതേപോലെ കോട്ടൺ എടുക്കാം. കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ഏകദേശം 2 കൊല്ലം മുന്നേ വാങ്ങിയിട്ടുള്ള സാധനമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിൻ്റെ ചെറിയൊരു എമൗണ്ടിന് എനിക്ക് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടി. ഇത് ടിന്നറിലോ കാര്യങ്ങളോ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കെല്ലാം ഇതിലേക്ക് അബ്സോർബായി കിട്ടും. മദർ ബോർഡിലൊന്നും ഉണ്ടാവില്ല. അതായത് ഗമ്മ് മദർ ബോർഡിൽ പിടിച്ച് നിൽക്കുന്ന ഗമ്മല്ല, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ മദർ ബോർഡിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുള്ള ഗമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടും. അവിടെ പിന്നെ മദർ ബോർഡിൽ അത് ടച്ചായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ രീതിയിലേക്ക് കിട്ടും. നേരത്തെ കണ്ടതും ഈ ഒരു കണ്ടതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? നമുക്കൊന്ന് ബ്രഷ്, നമ്മുടെ സ്റ്റീലിൻ്റെ ബ്രഷ് ഉണ്ട്. ഈ ഒരു ബ്രഷ്, ഇതാണ് ഞാൻ സ്റ്റീലിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇതല്ല, ഇത് പ്രോപ്പർ സ്റ്റീലാണ്. പക്ഷേ ഇത് ഈ ഒരു പോർഷൻ സ്റ്റീൽ, ഇതാണ് 2ULൻ്റെ ഒരു ബ്രാൻഡാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇതുകൊണ്ട് ക്ലീൻ ചെയ്യരുത്, ഇത് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇത് നല്ല രീതിയിൽ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ മുകളിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ടിന്നർ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇല്ല എങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പണി മീൻസ് നമുക്ക് വള്ളി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്തുള്ള കമ്പൗണ്ട്സും കാര്യങ്ങളും മിസ് ആവാണ്ട് ശ്രദ്ധിക്കണേ. ഈ ബ്രഷിന് 2 ഭാഗം വരുന്നുണ്ട്. അതാണ് നേരത്തെ ചെറുതും ഇപ്പം നിങ്ങൾ വലുതും കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെർഫെക്റ്റ്. ഓക്കെ, നമുക്കത് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡിൽ വർക്കോ കാര്യങ്ങളോ ബാക്കിയില്ല. ഇനി നമുക്ക് വർക്കുള്ളത് ICയിലാണ്. ഇനി ലാസ്റ്റ് IC ക്ലീൻ ആക്കി റീബോൾ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇനി മദർ ബോർഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മദർ ബോർഡ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് CPU-യിലാണ്. അപ്പോൾ നമ്മുടെ IC ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് റീബോൾ ചെയ്യണം. എന്നാ ഓക്കെ, റീബോൾ ചെയ്യാൻ എപ്പോഴും നമ്മൾ കറക്റ്റ് സെൻസിൽ തന്നെ യൂസ് ചെയ്യണം. നമ്മൾ കോമൺ സെൻസിൽ യൂസ് ചെയ്യരുത്.
ഓക്കെ, എല്ലാ ബോളും ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ചൊരു സെക്കൻഡ്സ്. ഓക്കെ, ഇനി ഇത് എടുക്കാം, ഗ്ലാസ് മാറ്റാം, വീണ്ടും. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് മെത്തേഡ് ഫ്ലക്സ് ഇട്ടിട്ട് രണ്ടാം വെയിറ്റ് അടിക്കാം. അറ്റൻഡ്. അപ്പോൾ CP റീബോളിങ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ നെക്സ്റ്റ് റാം എപ്പോൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ ക്ലീൻ അല്ല, ഇപ്പോൾ ക്ലീനാക്കി. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന വർക്ക്, നമ്മൾ എല്ലാ വർക്കിലും പറയുന്ന പോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത് റാമാണ്. അപ്പോൾ റാം ഫസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന മോഡൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിമാണ്. നമ്മളിപ്പോൾ S21, 22, 23 എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സെയിമാണ്. നമ്മൾ ചെയ്യുന്ന ഈ മോഡൽ മാത്രമാണ് അതിൽ വ്യത്യാസമുള്ളൂ. വേറൊരു കാര്യങ്ങളും അതിൽ മാറ്റമില്ല. അതായത് വേറൊരു കാര്യങ്ങളും ചേഞ്ചിങ് ഇല്ല. ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ചെയ്യുന്ന ആളും സെയിം തന്നെയാണ്. ചെയ്യുന്ന മോഡൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റാമിൻ്റെ മുകളിലുള്ള ഗമ്മുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ഡെഡ് പാച്ചുകളുണ്ട്. അതായത് ബ്ലാക്ക് പാഡ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിലുണ്ട്. ഇതിലാകെ ആ ഒരു സിൽവർ കളറിൽ കാണുന്നത് മാത്രമാണ് നമുക്ക് കണക്ഷൻസ് ആയി കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കണക്ഷൻസ് ഉണ്ട്, പക്ഷേ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എല്ലാം കണക്ഷൻസ് ആക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പം അതിനായിട്ട് തന്നെ ഒരു സാധനം വരുന്നുണ്ട്, നമ്മുടെ PPDയും ഫ്ലക്സും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമുക്കതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ, നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ അടുത്തുണ്ടാവും. ആ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് കാണുന്നുണ്ടാവും. ഇത്രയും ഡെഡ് പാച്ചുകൾ നമുക്കിതിന് മുകളിലുണ്ട്. അതിന് വേറെ ഒന്നുമല്ല, നമ്മുടെ 183 നമ്മൾ 138 നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച PPD തന്നെ എടുക്കുക, ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാ പോർഷനിലും നമ്മൾ ഈ PPD അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ബ്ലോവറിൽ ഒരു നോർമൽ ഹീറ്റ് ഒരു 340 മതി. 340 ഇട്ടിട്ട് ഒന്ന് ബ്ലോവർ അടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക.
PPD തോരാൻ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചില പോർഷനിൽ ഒന്നും കൂടി ആവാനുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ പോർഷനും നമുക്ക് ആ ലെഡ് പിടിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടതിനേക്കാളും നല്ല രീതിയിൽ ഡിഫറൻസ് ആയിട്ട് എല്ലാ പോർഷനിലും ലെഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലക്സ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി വിക്കറ്റ് വൈപ്പ് ചെയ്യാം. സിമ്പിൾ. റാമിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ റാം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അധിക റിസ്ക്കുള്ള പണികളോ കാര്യങ്ങളോ ഒന്നുമല്ല. റാമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ നേരത്തെ മദർ ബോർഡിൽ ബ്രഷ് ഇട്ട് ഉരച്ച പോലെ നമുക്കിതിലും കൂടി ഒന്ന് ബ്രഷ് ഇട്ട് ഉരക്കേണ്ടതുണ്ട്. അതിന് നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടും കൂടി CPയും കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് CPൻ്റെ ഈ ഒരു പോർഷനല്ല, ഈ റാമിൻ്റെ പോർഷൻ നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത്. ഇതിലൊന്നും ഇനി വോയിസ് ഇല്ല. ഞാൻ ജസ്റ്റ് വോയിസ് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് കണക്ഷൻസ് മാത്രം ലെഡ് പിടിക്കാനുള്ളതെങ്കിൽ ഇതേപോലെ ഒന്ന് PP ഇട്ടിട്ട് അയൺ വെച്ച് കൊടുത്താലും മതി. നമ്മൾ ബ്ലോവർ തന്നെ അടിക്കുന്നില്ല. നമുക്ക് നേരത്തെ ഒരുപാട് കണക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബ്ലോവർ അടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കണക്ഷൻസ് മാത്രമേ നമുക്ക് മിസ്സിങ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന് ഇതേപോലെ അയൺ വെച്ച് കൊടുത്താൽ മതി. PPയുടെയും അയണും കൂടി വെച്ച് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയി. ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നത് മാത്രം കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എന്തായാലും ഇനി CPൻ്റെ പ്രിൻറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിലേക്ക് എങ്ങനെയായാലും ലെഡ് വരും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി ലെഡ് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇതേപോലെ ഇരിക്കാൻ വേണ്ടി മാത്രം. ഇത് ICയിലേക്ക് അധികം ഗമ്മില്ല. നമുക്ക് ഈ 4 കോർണറിൽ മാത്രമേ ഗമ്മുള്ളൂ. ബാക്കിയെല്ലാം മദർ ബോർഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഈ കപ്പാസിറ്റേഴ്സ് റിമൂവ് ആയാലും നമുക്കൊരു പ്രശ്നം പേടിക്കേണ്ടതില്ല. ഫോൺ വർക്കാവും. അത് പവർ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. റിമൂവ് ആവാണ്ട് നോക്കണം. റിമൂവ് ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഡാമേജ് ആയിട്ട് ആ ഡാമേജ് ആയ കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും അത് ഫിക്സ് ചെയ്യരുത്. കപ്പാസിറ്ററൊക്കെ റിമൂവ് ചെയ്തെടുക്കാം.
അപ്പോൾ ഗമ്മ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെഡ് പാച്ച് ആയിട്ടുള്ള കണക്ഷൻസ്, ലെഡ് പിടിക്കാത്ത കണക്ഷൻസ് ഉണ്ടാവും, നമുക്കതൊന്ന് നമുക്ക് പ്രോപ്പറാക്കി കൊടുക്കണം. അതിന് മുകളിൽ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി PPR നല്ല രീതിയിൽ ഞാൻ PPR ചെയ്യുന്നുണ്ട്, കാരണം പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ബോൾസും കൂടി ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ ബോൾസും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഈ PPR കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലുള്ള ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇനി ഇതാണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിലേക്ക് വീണ്ടും ഫ്ലക്സ് വന്നിട്ടുണ്ട്, സോറി ലെഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലീനിങ് ഓക്കെ ആയി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ബ്രഷ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അധികം റിസ്ക് ഒന്നുമില്ല. നമുക്ക് നല്ല കറക്റ്റല്ല വെച്ചിരുന്നത്, പക്ഷെ എന്തായത്
താഴെ നോക്കും. അർജൻറ്റാണ് അറിയാം. അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ റീബോളിങ് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇതാ CPU റാമും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ റീബോളിങ് കാണാൻ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കാണാൻ പറ്റും. ഒരു മിനിറ്റ് സാധനം മാറ്റിയിട്ട് വരാം. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പക്ക പ്രോപ്പറായിട്ട് റീബോൾ ആക്കിയിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ സർവീസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് റീബോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. അത് റെഡി ആവുമോ? ഏകദേശം 8, 9, 10 വട്ടം 20 വട്ടം ചെയ്തിട്ട് റീബോൾ റെഡി ആവാത്ത കണ്ടീഷൻ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഓക്കെ കിട്ടും. അതിന് നമുക്ക് ഒരുപാട് ടൂൾസും കാര്യങ്ങളുണ്ട്, ഒരുപാട് മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് പറഞ്ഞത്. ഇപ്പോഴൊക്കെ സർവീസ് ഫീൽഡിൽ കയറുന്നവർക്ക് വളരെ ഉപകാരമാണ്. നമുക്ക് പണ്ടൊന്നും സ്കീമാറ്റിക്സിൽ നമുക്ക് നോക്കണം, ബിറ്റ് മാപ്പിൽ വെച്ച്, അതായത് ബിറ്റ് മാപ്പൊന്നുമില്ല, സ്കീമാറ്റിക്സ് തന്നെ നമ്മൾ ട്രേസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒക്കെ ബിറ്റ് മാപ്പും അതേപോലെ ഹാർഡ്വെയർ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റമുണ്ട്. നമുക്ക് ഫീൽഡ് നമുക്ക് അപ്ഡേഷൻസ് ആണ് വരുന്നത്. അതൊന്നും നമുക്ക് ഉപകാരം തന്നെയാണ് സർവീസ് ഫീൽഡിൽ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്കിപ്പോൾ റീബോളിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്താൽ മാത്രം മതി.
ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ബോർഡ് നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളിനി ഓവർ ഫ്ലെക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്രോസ് മാർക്ക് മാത്രം കൊടുത്താൽ മതി. അതും ഓവർ വേണ്ട, ചെറിയ രീതിയിൽ. ഓക്കെ, ഇത്രയും മതി ഫ്ലെക്സ്, ഓവർ വേണ്ട. ഇനി നമുക്ക് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഫിക്സ് ആക്കാം. ഓക്കെ, ഇതാണ് പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇനി കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമില്ല. വിത്തൗട്ട് മൈക്രോസ്കോപ്പ് ഓക്കെ, CP അവിടെ ഇരുന്നിട്ടുണ്ട്. മെല്ലെ പുഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. ഇനി ഫാൻ വെച്ചൊന്ന് കൂളാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിന് മുകളിൽ കുറച്ചൊരു ഫ്ലെക്സ് ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് പുതിയ ഫ്ലെക്സ് ഇട്ട് ഫിക്സ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്ന് ഇതേപോലെ ടിന്നർ ഇട്ടിട്ട് ഈ ഒരു ബ്രഷ്, നേരത്തെ കാണിച്ചിരുന്ന ഈ ബ്രഷല്ലേ, ഓവർ സ്ക്രബ് ചെയ്യരുത്, ചെറിയ രീതിയിൽ മാത്രം സ്ക്രബ് ചെയ്യുക. ഓവർ സ്ക്രബ് ആവരുത്, ചെറിയ രീതിയിൽ മാത്രം. ഓക്കെ, അത് മതി. ഇനി നേരത്തെ ചെയ്ത പോലെ നോർമൽ കണ്ടീഷനിൽ ഫ്ലെക്സ്. IC എടുത്തു, പൊസിഷൻ നോക്കി കറക്റ്റ് വെക്കാം. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മുടെ IC ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ അത് കാണാൻ പറ്റും, പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഇത് കാണുന്നില്ല, കറക്റ്റ് ഫോക്കസ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഷീൽഡും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ട് നമുക്ക് മദർ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ട് ബൂട്ട് ആവുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം.